മലയാളത്തിന്റെ മഹാസുഹൃതം എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5-ന് കോഴിക്കോട്ട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. സംസ്ഥാനത്ത് 26, 27 തീയതികളിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. മലയാളത്തിന്റെ ഖ്യാതി ലോകാതിരുകൾ കടത്തിയ എഴുത്തുകാരനാണ് 91-ാം വയസ്സിൽ വിട പറയുന്നത്. എഴുത്തുകാരനപ്പുറം തിരക്കഥാകൃത്തായും സംവിധായകനായും ഇന്ത്യൻ സിനിമയിലും പതിറ്റാണ്ടുകൾ തലയെടുപ്പോടെ നിന്ന പ്രതിഭയായിരുന്നു എം ടി. ആധുനിക മലയാള സാഹിത്യത്തിന്റെ പതാകവാഹകനായി വിശേഷിപ്പിക്കപ്പെടുന്ന എം ടി ജ്ഞാനപീഠം അടക്കം വിശ്വോത്തര പുരസ്കാരങ്ങളെ മലയാളത്തിലെത്തിച്ചു. നാലുകെട്ടും മഞ്ഞുകാലവും രണ്ടാമൂഴവും അസുരവിത്തുമെല്ലാം ആ എഴുത്തിന്റെ ആഴവും പരപ്പും തെളിഞ്ഞ നോവലുകളാണ്. മലയാളി വായനക്കാരെ അദ്ദേഹം ആസ്വാദ്യതയുടെ പുതിയ വൻകരകളിലേക്ക് നയിച്ചു. ആൾക്കൂട്ടത്തിൽ തനിച്ചാകുന്ന മനുഷ്യരുടെ ജീവിതം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചെറുകഥകൾ ലോക സാഹിത്യത്തിൽ തന്നെ തലപ്പക്കം നേടി. ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേടത്തി, വാനപ്രസ്ഥം, ഷെർലക്, ഓപ്പോൾ, നിന്റെ ഓർമ്മയ്ക്ക്, പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങി എണ്ണമറ്റ കലകൾ ആ നിരയിൽ തിളങ്ങി നിൽക്കുന്നു. സിനിമയുടെ ഭാഷയും വ്യാകരണവും മാറ്റിപ്പടുത്ത തിരക്കഥാകൃത്തായി അദ്ദേഹം ജനപ്രിയതയുടെയും ഉയരങ്ങൾ തൊട്ടു. എം ടി കഥാപാത്രങ്ങൾ തിരശീലയിൽ കാലാതീതമായി സംവദിച്ചു. മലയാള ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയായിരുന്നു എം ടി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. മലയാളത്തിന്റെ നിറവിളക്കും പുണ്യവുമാണ് എം ടി വാസുദേവൻ നായരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5-ന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. ആദരസൂചകമായി സംസ്ഥാന സർക്കാർ 26, 27 തീയതികളിൽ ഔദ്യോഗിക ദുഃഖം ആചരിക്കും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.